ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഒന്ന് മത്തി മുളകിടുന്നതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അത് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുക. അത് എൻ്റെ ഉമ്മിച്ചി ഉണ്ടാക്കിയിരുന്ന രീതിയിലുള്ള ഒരു കറിയാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് മത്തിയുണ്ട്, പിന്നെ ഒരു തക്കാളി, ചുവന്നുള്ളി മാത്രം എടുക്കുള്ളൂ കേട്ടോ ഞാൻ. അതാണ് ടേസ്റ്റ്. സവാളനേലും ടേസ്റ്റ് കുഞ്ഞുള്ളിയാണ്. പിന്നെ 2 തണ്ട് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് ചതച്ചത്, പിന്നെ 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ ഇനി നമുക്ക് ചട്ടി വെക്കാം. അപ്പോൾ ഞാൻ ചട്ടി അടപ്പത്ത് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്, പുക വന്നു പോയി ഗൈസ്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് ഞാൻ ഒരു സ്പൂൺ, ഒരു 1/4 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാണ്ട്. ഞാൻ കുടംപുളി കാണിക്കാൻ മറന്നു പോയിട്ടോ. അപ്പോൾ ഒരു 3 പീസ് കുടംപുളി എടുത്ത് കീറി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും നമ്മൾ ആവശ്യത്തിന് ഇടാം കേട്ടോ നോക്കിയിട്ട്. അപ്പം ഉലുവ പൊട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ആദ്യം നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇടുന്നത്. നമുക്ക് നല്ലോണം മൂപ്പിച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കമൻറ്റിൽ ഇട്ട് തരണം. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇത് നമ്മൾക്ക് നല്ലോണം മൂത്ത് വരെ, ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിത് വെളിച്ചെണ്ണയിൽ ഇടാം കേട്ടോ. ഇത് നല്ലോണം വെളിച്ചെണ്ണയിൽ മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ച കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം. കുഞ്ഞുള്ളി, പച്ചമുളക്, വേപ്പില എല്ലാം കൂടി ഇട്ട് ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കാം. ഇത് മൂത്ത് വരണം, നല്ല സ്മെല്ല് മൂക്കിലോട്ട് വരണുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആ ഉള്ളിവയുടെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെ ഒക്കെ മണം. അപ്പോൾ ഞാനിതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണ്ട കേട്ടോ. ഇപ്പോൾ നമുക്ക് കുറച്ചിടാം, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കറി എല്ലാം ആയിക്കഴിഞ്ഞതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 സ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. നല്ലോണം മൂപ്പിച്ചെടുക്കാം. ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി അധികം വാടി അങ്ങോട്ട് ഉടഞ്ഞു പോകണ്ട കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൽ കിടക്കണ രീതിയിൽ, എന്നാൽ വേവേം വേണം. ആ ഒരു രീതിയിലാണ് എനിക്ക് ഈ തക്കാളി കറിയിൽ കിടക്കുന്നത് ഇഷ്ടം. അപ്പോൾ ഞാനത് അധികം അങ്ങോട്ട് വാട്ടിയെടുക്കില്ല. നമ്മുടെ തക്കാളി ഇത്രയും ആയാൽ മതി. അപ്പോൾ ഇനി നമുക്ക് എടുത്ത് വെച്ചേക്കണം നമ്മളുടെ പൊടികൾ നമുക്ക് എല്ലാനും ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ല, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഇത് വെളിച്ചെണ്ണയിൽ നല്ലോണം മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നവരെ നല്ലോണം വഴറ്റിയെടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിലിട്ട്.
ഞാൻ അതിൻ്റെ അകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഇത് ചാറ് വേണമെന്നാണെങ്കിൽ അങ്ങനെ ഇടാം. ഞാൻ അധികം ചാറങ്ങനെ എടുക്കാൻ ഒഴിക്കണില്ല. എനിക്ക് കുറച്ച് കുറുകിയിരിക്കണതാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി ഒഴിക്കണുണ്ട് കേട്ടോ വെള്ളം. മീൻ ഇട്ട് കഴിയുമ്പോൾ വെള്ളം നമുക്ക് ഇല്ലാത്ത പോലെ തോന്നും. ഞാൻ ദേ ഒരു സ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം തിള വരുന്നവരെ നമുക്കൊരു മൂടി വെച്ച് അടച്ചു വെക്കാം. അപ്പോൾ ദേ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം തിളക്കണം. തിളച്ച് അതൊന്ന് പുളിയൊക്കെ ഇളകിയതിന് ശേഷമാണ് മീൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ദേ കറി നല്ലോണം തിളക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് അടച്ചു വെക്കാം. നല്ലോണം തിളക്കട്ടെ. അപ്പോൾ അതേ നമ്മുടെ മത്തിക്കറി കിടന്നിങ്ങനെ തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല സ്മെല്ലൊക്കെ പറഞ്ഞിട്ടുണ്ട് പുറത്തോട്ട്. അപ്പം നമുക്കിതൊരു 5 മിനിറ്റ് തീ നല്ലോണം കുറച്ചിടാം. അപ്പോൾ മീനിലോട്ട് ആ മസാലയും അതിൻ്റെ ആ പുളിയും ഉപ്പൊക്കെ നല്ലോണം പിടിക്കും. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. കറി ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം തിളക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറി ഓഫ് ചെയ്യാം. മീനിലെല്ലാനും പിടിച്ചിട്ടുണ്ടാവും. മീൻ വെന്തിട്ടൊക്കെ ഉണ്ടാവും. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ചാള പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എനിക്ക് മത്തി കിട്ടിയപ്പോൾ ഞാനത് ഞാൻ റെഡിയാക്കുന്ന രീതി എങ്ങനെയാണെന്നത് നിങ്ങളിലേക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് ഓർത്തിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവരുടെയും കമൻറ്റുകളൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ഓക്കെ, വീഡിയോ ഫുള്ള് കാണണം. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.